ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിലെ സ്വർണം ഉരുക്കിയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസുമായി ചേർന്നാണ് ഈ തട്ടിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത്. ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ ഉള്ളതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഷീജ ചേരുന്നുണ്ട്. ഷീജ, വലിയ ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലാണ്. നേരത്തെ ഈ സ്മാർട്ട് ക്രിയേഷൻസ് സുതാര്യമായ ഇടപാടുകൾ നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ സ്മാർട്ട് ക്രിയേഷൻസും ഈ തട്ടിപ്പിൽ പങ്കുണ്ട്. ഈ സ്വർണം ഉരുക്കിയത് സ്മാർട്ട് ക്രിയേഷൻസുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്താണ് വിവരങ്ങൾ? ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്താണ്? തീർച്ചയായും സിജു, ഏതായാലും ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലൂടെ പുറത്തുവരുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. അതിൽ ഏറ്റവും നിർണായകമായ കാര്യമെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് സ്വർണ്ണപ്പാളി തന്നെ എന്നുള്ളത് വ്യക്തമാകുന്നു. പക്ഷേ ഇതിലെ സ്വർണം എവിടെ എന്നുള്ളതായിരുന്നു പ്രധാനമായും ഉയരുന്ന ചോദ്യം. ആ സ്വർണം ഉരുക്കി എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ സ്വർണം ഉരുക്കുകയും അതിനുശേഷം അവിടെ ചെന്നാണ് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരുന്നതുമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിച്ചപ്പോൾ അത് ചെമ്പുപാളിയായി എത്തിച്ചു എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള രേഖകൾ അതിനു മുൻപ് തന്നെ തയ്യാറാക്കി, അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് ഇതിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഉരുക്കിയ സ്വർണം ആരുടെ പക്കൽ എന്നുള്ള ചോദ്യത്തിനും അന്വേഷണ സംഘത്തിന് പക്കൽ ഉത്തരമുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ തന്നെയാണ് ആ സ്വർണം ഉള്ളത് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന കണ്ടെത്തലുള്ളത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ എല്ലായിടത്തും വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ട്, അത്തരത്തിലൊരു ഗൂഢ നീക്കം നടത്തിക്കൊണ്ടാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അത്രത്തോളം ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് സിജു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയിലെ സ്വർണം എവിടെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം, സ്വർണ്ണപ്പാളി എങ്ങനെ ചെമ്പുപാളി ആയി എന്നുള്ളതിനുള്ള ഉത്തരം, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല എന്നുള്ളത് കൂടി തെളിയുന്ന ഒരു കണ്ടെത്തൽ കൂടിയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. അതാണിപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിലാണ് ഇതുള്ളത്. ആ റിപ്പോർട്ടിലാണ് ഈ നിർണായകമായിട്ടുള്ള കണ്ടെത്തലുള്ളത്. സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നതുവരെയും സ്വർണ്ണപ്പാളി തന്നെയായിരുന്നു. പക്ഷേ സ്വർണ്ണപ്പാളി അവിടെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി. സ്മാർട്ട് ക്രിയേഷൻസിന്റെ കൂടി ഒത്താശയോട് കൂടിയാണ് ഈ ഒരു സ്വർണം ഉരുക്കുന്ന നടപടി അവിടെ നടന്നിരിക്കുന്നത്. സ്വർണം ഉരുക്കിയതിനു ശേഷം ആ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈക്കലാക്കുന്നു. അതിനുശേഷമാണ് ഇവിടെ നിന്ന് ചെമ്പുപാളി കൊണ്ടുപോയി എന്ന് വരുത്തി തീർത്തുകൊണ്ട് ചെമ്പുപാളിക്ക് പുറത്ത് സ്വർണം തേച്ച് അങ്ങനെ സ്വർണം പാളിയായി തിരികെ എത്തിക്കുന്നതും. അപ്പോൾ ഗുരുതരമായിട്ടുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന കണ്ടെത്തൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള ക്രമക്കേട്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ളത് വലിയൊരു ഗൂഢാലോചനയ്ക്ക് ശേഷമുള്ളൊരു ഓപ്പറേഷൻ തന്നെയാണ് ഇത്. അപ്പോൾ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പങ്കെടുത്തത്, ഈ ഗൂഢാലോചനയിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായ രീതിയിൽ തന്നെ അന്വേഷിച്ച് ഇനി പുറത്തു വരേണ്ട കാര്യം തന്നെയാണ്. വളരെ കൃത്യമായി ഒരു തിരക്കഥ, വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ചെമ്പ് പാളി എന്ന് എഴുതി രേഖപ്പെടുത്തിയത് മുരാരി ബാബു, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള മുരാരി ബാബു എന്ന് പറയുന്ന ഒരാൾ. ഇനിയും മറ്റു ഉദ്യോഗസ്ഥർ പെടാനുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇടനിലക്കാരൻ, അവിടെ ചെന്നൈയിൽ കൊണ്ടെത്തിച്ച അവിടെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം, വളരെ കൃത്യമായ ആസൂത്രണം. 2019 മാത്രമാണോ ഈ പരിപാടി നടന്നത്? അതിന് മുൻപ് നടന്നിട്ടുണ്ടോ? സ്വർണ്ണപ്പാളിയല്ല, ഇനി മറ്റെന്തൊക്കെ ഇത്തരത്തിൽ അടിച്ചു മാറ്റിക്കൊണ്ട് ചെന്ന് ഉരുക്കെന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടത്. ഏതായാലും ദേവസ്വം വിജിലൻസിന്റെ ഈ കണ്ടെത്തൽ ഏറ്റവും ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ്. സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് ആ ശബരിമലയിലെ ദ്വാരപാലക സ്വർണ്ണപ്പാളി ഇളക്കിയെടുത്തു കൊണ്ടുപോയി ഉരുക്കിയത് ചെന്നൈയിലെ ഈ സ്മാർട്ട് ക്രിയേഷൻസിലാണ്. എല്ലാം ഇടനിലക്കാരനായി നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉദ്യോഗസ്ഥർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസ്. ഇനിയും ചിലരുടെ പേരുകൾ പുറത്തു വരാനുണ്ട്. ഷിജ, തീർച്ചയായും സിജു, അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. ഇനിയും പലരുടെയും പേരുകൾ ഇതിലൂടെ പുറത്തു വരും എന്നുള്ളത് വ്യക്തമാണ്. ആരൊക്കെയാണ് ഈ കച്ചവടത്തിന് കൂട്ടുനിന്നത്, ആരൊക്കെയാണ് ഈ ക്രമക്കേട്, ഗുരുതരമായിട്ടുള്ള വീഴ്ച, ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള വഴിവിട്ട നീക്കങ്ങൾ നടത്തിയത് എന്നത് സംബന്ധിച്ച് കൂടുതൽ പേരുകൾ പുറത്തു വരും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത്തരത്തിലൊരു കൃത്യം ചെയ്യുവാൻ വേണ്ടി സാധിക്കുകയില്ല. അതിന് കൃത്യമായ രീതിയിൽ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ നിന്നും ശബരിമലയിൽ നിന്നും പുറപ്പെടുന്നതിന് മുൻപ് തന്നെ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയായി എന്നുള്ളൊരു റിപ്പോർട്ട്, ചെമ്പുപാളിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടുന്നത് എന്നുള്ളൊരു റിപ്പോർട്ട് ഉദ്യോഗസ്ഥ വൃന്ദം തയ്യാറാക്കുന്നത്. അതിനുശേഷം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണ്ണപ്പാളി എത്തുമ്പോൾ ആ സ്വർണ്ണപ്പാളിയിൽ സ്വർണം ഉണ്ടായിരുന്നു. അത് ഉരുക്കിയെടുത്തു എന്നുള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ, അതോടൊപ്പം തന്നെ ഉരുക്കിയെടുത്ത സ്വർണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി പക്കൽ വെക്കുന്നു. അതിനുശേഷം
ചെമ്പുപാളിയായിട്ടാണ് അവിടെ ലഭിച്ചത് എന്നുള്ള രേഖകൾ ഉണ്ടാക്കുന്നു. ആ ചെമ്പുപാളിയിലാണ് സ്വർണം പൂശി പിന്നീട് ഇവിടെ തിരികെ എത്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ പ്ലാനിംഗ്, വലിയ ഒരു ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. ഷീജ, ഈ 2019 ജൂലൈ 20-നാണല്ലോ ഈ സ്വർണ്ണപ്പാളി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടുപോകുന്നത്. 14 പാളികൾ ഇളക്കിക്കൊണ്ടുപോകുന്നു. ഇതിനിടയ്ക്ക് വെച്ചാണ് ഈ ചെന്നൈയിലുള്ള ജയറാം അടക്കമുള്ള ചില ഭക്തർക്ക് മുൻപിൽ ഇത് പ്രദർശിപ്പിക്കുകയും ചെയ്തത്. അതായത് അപ്പോൾ വായിച്ചെടുക്കേണ്ട മറ്റു കാര്യമുണ്ട്. അവിടെ പ്രദർശിപ്പിച്ചത് ഈ യഥാർത്ഥ സ്വർണ്ണപ്പാളി ആയിരുന്നില്ല, ആ യഥാർത്ഥ വാതിലുമായിരുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ നിന്ന് ചെന്നൈയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഉരുക്കൽ പ്രക്രിയ നടന്നിട്ടുണ്ട്. ചെന്നൈയിൽ ഇവരെ കാണിക്കുന്നത് ഒരുപക്ഷെ ഈ ഒറിജിനൽ പാളി ആയിരുന്നിരിക്കില്ല. അങ്ങനെ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരുന്നില്ലേ? തീർച്ചയായും സിജു, ഏതായാലും അത് സംബന്ധിച്ചിട്ട കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരേണ്ടതാണ്. കാരണം അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള പരിശോധന സ്വാഭാവികമായും ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുണ്ടാകണം. അതിന്റെ ഈ റിപ്പോർട്ടിൽ എന്താണ്, ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങളും നൽകാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൽ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കമ്മീഷൻ ഇടപാടുകളുണ്ടോ എന്നുള്ളൊരു സംശയമടക്കം അന്വേഷണം ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ സമഗ്രമായ രീതിയിൽ ഇനി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഗുരുതരമായ കണ്ടെത്തലുകൾ ഇതിൽ അവസാനിക്കുമോ എന്നുള്ളതും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയുവാൻ വേണ്ടി സാധിക്കുകയില്ല. ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ചാണ് ഈ ഒരു വലിയ തോതിലുള്ള ഇപ്പോൾ ഈ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തി ഉരുക്കിയ സ്വർണം നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലുണ്ട്. ഇത് വേറെ ഏതെങ്കിലും തരത്തിൽ മറച്ചു വിറ്റോ മറ്റെന്തെങ്കിലും രൂപത്തിലേക്ക് മാറ്റിയോ എന്നെ സംബന്ധിച്ച വിവരങ്ങളുണ്ടോ? അത് അന്വേഷിക്കണമെന്നാണോ പറഞ്ഞത്? നിലവിൽ ഈ സ്വർണ്ണ അയാൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലുണ്ട് എന്ന് തന്നെയാണോ? നിലവിലേതായാലും ഈ 2019 ഉരുക്കിയതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലാണ് ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ എവിടെ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതിനുള്ള മറുപടിയും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ, ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിന്റെ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാൻ സാധിക്കുന്നതാണ്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത അല്പസമയത്തിനകം തന്നെ വരുന്നതായിരിക്കും. പക്ഷേ ഏതായാലും കട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരൊക്കെ ഇടനില നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഒരുക്കി കൊടുത്തത്, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ഈ ഒരു ഗൂഢാലോചനയിൽ ആർക്കൊക്കെയാണ് പങ്ക് എന്നത് സംബന്ധിച്ചു കൂടി ഉള്ള കാര്യങ്ങളാണ് പുറത്തു വരേണ്ടത്. ഷീജ, ഇതിൽ തന്നെ നമുക്കറിയാം മുരാരി ബാബു, അന്നത്തെ അവിടുത്തെ ദേവസ്വം ഉദ്യോഗസ്ഥനായിരുന്ന മുരാരി ബാബു ആണല്ലോ രേഖപ്പെടുത്തിയത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ചെമ്പുപാളിയാണെന്നുള്ളത്. ഇപ്പോൾ ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു അന്ന് 2019 കൊടുത്തത് അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളി തന്നെയാണ്. ഇത് എഴുതി കൊടുത്ത മുരാരി ബാബു നമ്പർ 1. നമ്പർ 2 ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. നമ്പർ 3 സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഇത് കൂടാതെ നമ്പർ 4, 5, 6 വരാനുണ്ട്. അതാരൊക്കെയാണെന്നാണ് അറിയേണ്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരൻ മാത്രമേ ഉള്ളൂ. ഇതൊരു വലിയ ഗ്യാങ് ആണ്. ഒരുപക്ഷെ നെറ്റ്ഫ്ലിക്സിലൊക്കെ വരുന്ന ഒരു സീരീസ് ഉണ്ട്, മണി ഹീസ്റ്റ് എന്ന് പറയുന്ന. അതുപോലെ തന്നെ വലിയ കൃത്യമായ തിരക്കഥ തയ്യാറാക്കി എങ്ങനെയാണ് ഈ സാധനം അവിടെ നിന്ന് പുറത്തെടുക്കേണ്ടത്, ആരാണ് അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ആൾ എഴുതി കൊടുക്കേണ്ടത്, അങ്ങനെ എഴുതി വാങ്ങുന്നു. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോയി ഉരുക്കുന്നു. പകരം അവിടെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഒരു ചെമ്പുപാളി കൊണ്ടെത്തിക്കുന്നു, അത് പൂശി തിരികെ എത്തിക്കുന്നു. വളരെ കൃത്യമായ തിരക്കഥ. പക്ഷേ ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഷീജ പറഞ്ഞതുപോലെ തന്നെ, ആരൊക്കെയാണ് ഇനി പെടാനുള്ളത്? നമ്പർ 1, 2, 3, 4, 5 ആ സംഖ്യ എത്ര നീളുന്നു എന്ന് അറിയാനാണ് ഇനി ഒരുപക്ഷെ വിശ്വാസ സമൂഹം കേരളം കാത്തിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും വലിയ ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലാണ്, ഗുരുതര കണ്ടെത്തലാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിലുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പാളി സ്വർണ്ണപ്പാളി ഉരുക്കി, ആ ഉരുക്കിയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമുണ്ട്. കട്ടത് പോറ്റി തന്നെ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിൽ പങ്കാളികളായത് ദേവസ്വം ഉദ്യോഗസ്ഥരാണ്. മുരാരി ബാബു ഉൾപ്പെടെയുള്ള ശബരിമല അയ്യപ്പനെ പറ്റിച്ച മുരാരി, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം. ഇനിയും ആ പട്ടിക നീളുകയാണ്. ഏതായാലും ദേവസ്വം വിജിലൻസിന്റെ ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തലാണ്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും വേഗവും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. 6 ആഴ്ചക്കകം അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കണം. ഓരോ ആഴ്ചയിലും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ്. കഴിഞ്ഞ കാലങ്ങളായി ശബരിമലയിൽ 2019 നടന്ന വലിയ തട്ടിപ്പ്, അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണം ഉരുക്കി വിറ്റ് ഉരുക്കിയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലുണ്ട് എന്ന നിർണായകമായ കണ്ടെത്തലാണ് ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം ഇതിന്മേൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. നേരത്തെ കരുതിയതിനേക്കാൾ വലിയ ഗുരുതരമായ ദുരൂഹമായ ഇടപെടലുകൾ, കൂടുതൽ സ്ഥാപനങ്ങൾ, കൂടുതൽ വ്യക്തികൾ, കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി മാറുന്നു എന്നാണ് അറിയേണ്ടി വരുന്ന വിവരം. ശബരിമലയുടെ ഹൈക്കോടതിയുടെ നേരിട്ട് നിരീക്ഷണ
ദർശനത്തിനുള്ള ശബരിമലയിലാണ് വിശ്വാസത്തിന്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഏതാനും ഉദ്യോഗസ്ഥരും സ്ഥാപനവും ചേർന്ന് തട്ടിപ്പ് നടത്തുകയും ചെയ്തത്. വലിയ തരത്തിലുള്ള ഒരു ബ്രേക്കിംഗ്, കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് അതാണിപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വലിയ തരത്തിലുള്ള തട്ടിപ്പ്. സ്വർണം ഉരുക്കി വിറ്റിരിക്കുന്നു, സ്വർണ്ണപ്പാളിയിലെ സ്വർണം ഉരുക്കി മാറ്റിയിരിക്കുന്നു. ഈ സ്വർണം ഇനി എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്.